ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മാങ്ങ ചെല്ലി അച്ചാർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രൈ പാൻ എടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് ക്രിസ്പിയായി വരുന്ന വരെ ഒന്നിങ്ങനെ വാട്ടിക്കൊടുത്തു. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ വറുത്തുകാണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കടുകും വറുത്ത് പൊടിച്ചിന്ന്. ഇനി ഉലുവ പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു. പൊടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടിച്ചോളി. എന്നിട്ട് നമുക്ക് ആ വറുത്തതിൻ്റെ കൂടെ തന്നെ 3-4 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചേന്ന്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി, നമുക്ക് ഉപ്പൊന്നും വേണ്ട. നല്ലോണം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് വിനാഗർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വിനാഗിരിൻ്റെ എസൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എസൻസും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിക്കണ്. എന്നിട്ട് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ മാങ്ങയുടെ കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ്, ചെറിയ സ്പൂണാട്ടോ ഇവിടെ ഉള്ളത്, അപ്പോൾ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്തേക്കണ്. അധികം ചേർക്കാൻ പാടില്ല, കയ്പ്പ് വരും. അങ്ങനെ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ചെള്ളി അതൊക്കെ പൊടിച്ച് വെച്ചിരിക്കണ അറിഞ്ഞില്ല, അതും ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് അപ്പോൾ അടിപൊളി മാങ്ങ ചെള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോണ്ടി. ചോറുക്ക് ഇതൊക്കെ ഈ അച്ചാർ തന്നെ മതി നമുക്ക് കഴിക്കാൻ, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയുമായി പിന്നെയും കാണാം.